ഇനി രണ്ടാമത്തെ ചാറ്റിൽ വരുന്നത് ഹിമാചൽ പ്രദേശിലെ ചൻഷാൽ ചുരത്തിലേക്കുള്ള യാത്രയാണ്. ഇത് കിന്നർ ഏരിയ, കിന്നർ ഹിമാലയത്തിൽ പെട്ട ആ ഭാഗത്ത് ഉള്ള ഒരു റിമോട്ട് ഏരിയയാണത്. അതിലിപ്പം വാഹനഗതാഗതമൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. പ്രത്യേകിച്ച് ഈ പീക്കിൻ്റെ മുകളിലേക്ക് ലാസ്റ്റ് പോകുന്നത് കനത്ത കാട് പ്രദേശങ്ങൾ, ഒരുപാട് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വ്യത്യാസങ്ങളുള്ള സ്ഥലങ്ങൾ, ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഈ ചൻഷാൽ ചുരം നിങ്ങൾ ടോപ്പിലെത്തി. ഈ ചൻഷാൽ ചുരം കഴിഞ്ഞാൽ പിന്നെ ചൈനയാണ്. അങ്ങനെ ആ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആ യാത്രയിൽ ഓർക്കാനുള്ള 2-3 അനുഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ചുവന്ന നിറത്തിലുള്ള ഒരു അരി കൃഷി ചെയ്യുന്നുണ്ട്. അതായത് ഉമി മാറ്റിയാൽ ചുവപ്പ് കളറാണ് അരിക്ക്. ഇതിന് ഒരു കിലോന് 700-750 രൂപ വരും അന്നത്തെ വില. ഇത് ആമാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക്, ക്യാൻസർ, ഇതിനൊക്കെ ദിവ്യ ഔഷധമാണ് അത്ര. ഇത് അധികം സ്ഥലത്തുണ്ടാവില്ല ഈ സാധനം, ഈ നെല്ല്. പലരും കൃഷി ചെയ്യാൻ വേണ്ടി വിത്തിട്ട് വാങ്ങി നോക്കിയെങ്കിലും ഇത് ചില പ്രത്യേക ഏരിയയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് കാടിനോട് തൊട്ട് കിടക്കുന്ന ഭൂമി, അവിടെ മാത്രമേ ഇതുണ്ടാവുള്ളൂ. വാങ്ങിച്ചു കൊണ്ടുപോകുന്ന മുഴുവനും മരുന്ന് കമ്പനിക്കാരും വലിയ വലിയ ധനാഢ്യരൊക്കെയാണെന്ന് പറഞ്ഞു. അതുമാതിരി തന്നെ അവിടുത്തെ കാടുകളിലൊരു തരം ഓയിലുണ്ട്, ചുല്ലുക്കാത്തേൽ. ഒരു വലിയ വൃക്ഷമാണത്, കൊടുങ്കാട്ടിലേ ഉണ്ടാവുള്ളൂ. കായ ഏതാണ്ട് ഒരു ചെറിയ പേരക്കട അത്രയൊക്കെ വലുപ്പം ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ പുറന്തോട് പഴുത്ത് കഴിഞ്ഞാൽ നല്ല സ്വീറ്റാണ്. അപ്പം അതുകൊണ്ട് ഇത് ഈ കുരങ്ങന്മാർക്കും മറ്റ് പക്ഷി ഇവർക്കൊക്കെ ഇഷ്ടപ്പെട്ട. അപ്പോൾ ഇത് മൂത്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഗ്രാമീണർ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഓരോ വൃക്ഷങ്ങൾ കണ്ട് എത്തി ഇതിൻ്റെ മുകളിൽ നൈലോൺ വല വിരിച്ച് കാവലിരുന്ന് ഇത് മൂത്ത് പാകാവുന്നവരെ ഒരു കാവലിരിക്കുകയാണ്. എന്നിട്ട് പിന്നെ പൊട്ടിച്ചെടുത്തിട്ടാണ് ഇതിനെ ആട്ടി എണ്ണയാക്കുന്നത്. ഇതും ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള ഒരു ദിവ്യ ഔഷധമാണ് അത്ര. അപ്പോൾ അങ്ങനെ ഈ ചുല്ലുക്ക തേലാണ്, ഇതും ക്യാൻസറിന് സിദ്ധ ഔഷധമാണ്. ഈ യാത്രയിൽ അതൊക്കെ ഈ കാടിൻ്റെ വശത്താണ്. കാട്ടിൽ കൂടെ കടന്നു അങ്ങനെയൊക്കെ വേണം ഈ യാത്ര ചെയ്യാൻ. തിരിച്ച് ഞങ്ങൾ ഈ കാട് കഴിഞ്ഞിട്ട് ഒരു കൊച്ചു ഗ്രാമമുണ്ട്. അതിൽ ഒരു മറക്കാൻ പറ്റാത്തൊരു ക്യാരക്ടറിനെ കണ്ടത് ഒരു 105 വയസ്സായ ഒരു സ്ത്രീയാണ്. ബഡാമായി എന്നാണ് അവരറിയപ്പെടുക. ഒരു ആരോഗ്യക്കുറവില്ല, കണ്ണടക്കണ്ട, പല്ലുകൾക്ക് കേടില്ല. ഒരു വടി കയ്യിലുണ്ടാവും. ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. പിന്നെ ഞങ്ങളവരുടെ ഭക്ഷണം വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. ഞാൻ ദിനചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പോൾ നോൺ വെജിറ്റേറിയനേ കഴിക്കുള്ളൂ, വെജിറ്റേറിയൻസ് ഒന്നും പഥ്യമല്ല. കാലത്ത് 1 ലിറ്റർ പശുമ്പാൽ കുടിക്കും. പിന്നെ നേരങ്ങളിൽ ഭക്ഷണം. രാത്രി എന്ത് ചെയ്യുന്നു വെച്ചാൽ 2 ഗ്ലാസ്, വലിയ ഗ്ലാസ്, ചില്ല് ഗ്ലാസ് നാടൻ മദ്യം, അത് കമ്പൽസറിയാണ്. 105 വയസ്സുള്ള ഇവർ ഇക്കണ്ട കാലമായിട്ടും ചെറുപ്പം മുതലേ ഇതാണ് അവരുടെ ദിനചര്യ.
പിന്നെ പുകയില ഏത് സമയവും മുറിച്ച് 2 മോണയുടെ ഇടയിൽ വയ്ക്കും. പല്ലുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കേടില്ല, കണ്ണിന് കേടില്ല, ചെവിക്ക് കുഴപ്പമില്ല. അപ്പം ഞാൻ ആലോചിച്ച് നോക്കി, ഇതൊക്കെ വർഷങ്ങളോളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക ഒരു സ്ത്രീ, ഒരു കേടുമില്ല അവർക്ക്. അപ്പോൾ രോഗങ്ങളും മറ്റും നമുക്ക് വരുന്നതും വന്നു ചേരുന്നതും ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പഠനങ്ങൾ ഉണ്ട്. നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട പല വിഷയങ്ങളുണ്ടല്ലേ. ഇതെല്ലാം നമ്മുടെ ജീനുകളിൽ ഉണ്ട്. ഇപ്പോൾ ഒരാൾക്ക് രോഗം വരുമ്പോൾ ഡെഫിനറ്റ്ലി അത് ക്യാരി ഫോർവേഡാണ്. ഐ മീൻ കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് ഇവിടുന്ന് അത് ബ്രോഡ് ഫോർവേഡാക്കി കൊണ്ടുപോകാണ്ടിരിക്കാനാണ് ഈ ആർഷകൃതികൾ നമുക്ക് ഇത്രയും സാരോപദേശങ്ങൾ തരുന്നത്. ഇവിടെ വെച്ച് തന്നെ കറക്റ്റ് ചെയ്യാൻ, ഇപ്പം ജീനുകളെ കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഈശ്വരാരാധന കൊണ്ട് കഴിയാത്തതൊന്നുമില്ല. ജീനിൻ്റെ സ്വാധീനം നമ്മുടെ ജന്മങ്ങളിലുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. DNA, RNA, ക്രോമസോമുകൾ, ജീനുകൾ, ഇതൊക്കെ പഠനങ്ങൾ കണ്ടുമാനെത്തി കഴിഞ്ഞു. ഒരിക്കൽ ഞാനൊരു പഠനം വായിച്ചത്, ഇതൊക്കെ നാസ ഇതിൻ്റെ പിന്നിൽ ഇതിന് വലിയൊരു വിങ്ങുണ്ട്. ഈ നമ്മുടെ ഈ DNA, RNA, ക്രോമസോം, ജീനുകളെന്നൊക്കെ പറഞ്ഞ് ഇതിനൊക്കെ ഇത് പുറത്ത് പാളികളുണ്ട്. ഇപ്പോൾ ഈ മുട്ടക്കൂസ്, കാബേജ് മാതിരി ലെയർ സ്ട്രാൻഡ്സ്. ഇത് ഇപ്പോൾ ദ്വാപരയുഗത്തിൽ ഇത് 14 കവറിങ് ഉണ്ടായിരുന്നു അത്ര. ഇപ്പോൾ കലിയുഗം വന്നപ്പോൾ ഇറ്റ് ഈസ് കം ഡൗൺ ടു 2 or 3. ആ സ്ട്രാൻഡ്സ്, പാളികൾ, ഇപ്പോൾ ഈ മുട്ടക്കൂസൊക്കെ മാതിരി പൊതിഞ്ഞ് അത് ദാറ്റ് ഈസ് കം ഡൗൺ ടു 2 or 3. അപ്പോൾ സമർത്ഥിച്ച് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ദ്വാപരയുഗത്തിലെ ഒരു ഋഷീശ്വരൻ ശപിച്ചാൽ ആ ശാപം ഏൽക്കും. ശാപമോക്ഷം കൊടുത്താലോ അത് കിട്ടും ചെയ്യും. അതും സംഭവിക്കും. അപ്പോൾ ഇതൊക്കെ ഈ 4 ഘടകങ്ങൾ, ഒരു സെല്ലിൻ്റെ ഉള്ളിലത്തെ 4 ഘടകങ്ങളുടെ അവിസ്മരണീയമായ, എന്തൊക്കെയോ നമുക്കൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ നമ്മുടെ സൂക്ഷ്മ ശരീരത്തെക്കുറിച്ചും നിരവധി പഠനങ്ങളും കാര്യങ്ങളും ഞാൻ ഇതൊക്കെ ബുക്കുകളിൽ എഴുതിയിട്ടുണ്ട്. ഈ സൂക്ഷ്മ ശരീരത്തിന് വെസ്റ്റേൺ സയൻറ്റിസ്റ്റുകൾ ഇട്ട പേരാണ് ന്യൂക്ലിയർ ബോഡി. ഈ ഡാഗ്നിമാരുടെ ഹൃദയഭൂമി എന്ന് പറഞ്ഞ ബുക്കിൽ ഞാൻ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റൈനാണ് ഇതിനാദ്യമായിട്ട് ഡിഫൈൻ ചെയ്തത് 1905. ഇറ്റ് ഈസ് എൻ എനർജി മോളിക്കുലർ സ്ട്രക്ചർ. ഇത് ആൽബർട്ട് ഐൻസ്റ്റൈൻ അന്ന് വെസ്റ്റേൺ സയൻറ്റിസ്റ്റുകൾ മുഴുവനും അതുവരെ നമ്മുടെ ഋഷിമാരുടെ ഈ പഠനങ്ങളെ ടോട്ടലി അവർ തള്ളിക്കളഞ്ഞൊരു സമയമായിരുന്നു. അങ്ങനെയൊന്നുമില്ല. ഒരാൾക്ക് സൂക്ഷ്മ ശരീരമില്ല, ഈ ഫിസിക്കൽ ബോഡി തന്നെയുള്ളൂ. വിത്ത് മാംസം, മജ്ജ, എല്ല്, രക്തം ഇതൊക്കെ കൂടിയിട്ടുള്ള ഒരു ഫിസിക്കൽ ബോഡി ഉള്ളൂ. സൂക്ഷ്മ ശരീരം എന്നുള്ളതൊക്കെ ഈ ഭാരതീയ ആചാര്യന്മാരുടെ ഭാവനയാണെന്ന് വരെ ആ കാലഘട്ടത്തിൽ. ഈ സൂക്ഷ്മ ശരീരം ആൽബർട്ട് ഐൻസ്റ്റൈൻ കണ്ടതിനെ കുറിച്ചൊരു പഠനമുണ്ട്. ഈ മാഡം ബ്ലാവസ്കി എന്ന് പറഞ്ഞ ലേഡിയാണ് തിയോസഫിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത്. ഇവർ സെൻട്രൽ റഷ്യയിൽ ഒരു കുഗ്രാമത്തിൽ ജനിച്ച ഒരു നാടൻ പെൺകുട്ടിയാണ്. അത് ചെറുപ്പം തൊട്ടേ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുക,
അവരുടെ ആചാരപ്രകാരമുള്ള യാതൊന്നും ചെയ്യില്ല. എപ്പോഴും ഭക്ഷണ കാര്യങ്ങളിലൊന്നും വലിയ സ്ട്രിക്റ്റില്ല. എപ്പോഴും കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കുക. അങ്ങനൊരു കുറേ മർദ്ദനങ്ങളും ഒക്കെ ഉണ്ടായി. എങ്കിലും അവസാനം ഒരു 16-ാമത്തെ വയസ്സിലെ ഈ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ്. ഒരു രാത്രിയിൽ ഇറങ്ങിപ്പോയി. ഈ സെൻട്രൽ റഷ്യയിൽ നിന്ന് 3-4 മാസം സഞ്ചരിച്ചാണ് ഈ ഒരു മധ്യ ടിബറ്റിലെത്തണം. ആരോ സംബഡി വാസ് ഗൈഡിങ് ഹെർ. അതുമാതിരിയാണ് പോകുന്നത്. ഓരോ സ്ഥലങ്ങളിൽ ഹോൾട്ട് ചെയ്യും, അവിടുന്ന് ഭക്ഷണം കിട്ടും. അങ്ങനെ ഈ ഒരു സെൻട്രൽ ടിബറ്റിലൊരു മൊണാസ്ട്രിയുടെ മുമ്പിലെത്തുമ്പോൾ ഒരു സന്ധ്യ നേരമായിട്ടുണ്ട്. അപ്പോൾ ഒരു ലാമ ആ പുറത്ത് മതിൽമിരിക്കുന്നുണ്ട്. ഈ ലാമ എഴുന്നേറ്റ് നിന്നിട്ട് ഈ സ്ത്രീയെ കണ്ടപ്പോൾ പറഞ്ഞു. അപ്പോൾ അവരാകെ ഇത്രയും താളത്തെ സഞ്ചാരവും ഡ്രസ് ഒക്കെ ഒരു വല്ലാത്തൊരു രൂപത്തിലായിരുന്നു. ഈ ലാമ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, തല കുനിച്ചിട്ട് പറഞ്ഞു, ഐ വാസ് വെയിറ്റിംഗ് ഫോർ യു. വന്നാലും. അപ്പോൾ അതിൽ അന്തേവാസികൾ സ്ത്രീകളുണ്ട്, ലാമമാരുണ്ട്, അവരുടെ ഭാര്യമാർ, അങ്ങനെയുണ്ട്. അതിൽ മിങ്കിൾ ചെയ്ത് 3-4 വർഷം അവർ ആ മൊണാസ്ട്രിയിലുണ്ടായിരുന്നു. അതിനുശേഷം ഈ ലാമമാരുടെ കൂടെ തന്നെ അന്ന് ഇന്ത്യ മറ്റേ പാകിസ്ഥാൻ, ചൈന അതൊന്നും അങ്ങനെയൊന്നും വേർതിരിഞ്ഞ് കിടക്കുന്നില്ല. ഒക്കെ ഒന്നിച്ച് കിടക്കുന്നു. അങ്ങനെ സഞ്ചാരം പഠിക്കുകയും ചെയ്യുക, അങ്ങനെയുള്ള ഒരു സമയമായിരുന്നു. അങ്ങനെ ഇവർ ഈ ചാർധാമങ്ങളിൽ വന്നു. ഇതൊക്കെ അന്ന് നടന്ന് എത്തണം. ഒരു സെറ്റടക്കം വന്ന് ബദ്രിനാഥിൽ വന്നു. ബദ്രിനാഥിൽ നിന്ന് ഇവർ സതോപം തടാകം ആ റൂട്ടിൽ പോയി. അവസാനം അവർ ഇപ്പോൾ നമ്മളൊക്കെ ഞാനൊക്കെ പലപ്പോഴും എഴുതിയിട്ടുള്ള ആ ഗ്രേറ്റായിട്ടുള്ള യോഗിയുടെ ആശ്രമത്തിലെത്തി. അതായത് ബാബാജി നാഗരാജ്. അവിടെ 2 വർഷത്തോളം അതിൽ കൂടുതൽ അവരുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവിടുന്ന് പോരുമ്പോഴാണ് അവർ ദീക്ഷയൊക്കെ കിട്ടി പോരുമ്പോൾ, അപ്പോൾ എല്ലാം പഠനം കഴിഞ്ഞു. അതീന്ദ്രിയ ധ്യാനം, ട്രാൻസെൻഡൻ്റൽ ഫോം ഓഫ് മെഡിറ്റേഷൻ, അതൊക്കെ കഴിഞ്ഞു. പോരുമ്പോൾ പറഞ്ഞു, അവർക്കൊരു ഉപദേശം കൊടുത്തത്, അമേരിക്കയുടെ ഏറ്റവും അറ്റത്ത്, നോർത്ത് ഏറ്റവും അറ്റത്ത് കാടുകളിൽ, വനപ്രദേശത്ത് ആദിവാസികളുടെ ഒരു സംഘമുണ്ട്. അവിടെ പോയാൽ ആത്മാക്കളായിട്ട് സംസാരിക്കാനുള്ള ക്രാഫ്റ്റ് അറിയാം അവർക്ക്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, ഈ ബാബാജി നാഗരാജൊക്കെ ഫിസിക്കൽ ബോഡി ഉപേക്ഷിച്ച് സൂക്ഷ്മ ശരീരം കൊണ്ട് ജീവിക്കുകയാണ്. അപ്പോൾ അതിനോട് കണക്റ്റഡാണ് ഇത് എന്നുള്ള നിലയ്ക്ക്. അന്നത്തെ കാലത്ത് ഈ ആനി ബസന്റിന് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് എത്താൻ 3-4 മാസം വേണ്ടി വന്നിട്ടുണ്ട്. അന്നൊക്കെ ഈ ചെറിയ ചെറിയ കപ്പലുകൾ, അങ്ങനത്തെ സംവിധാനങ്ങളല്ലേ ഉള്ളൂ. എന്തായാലും അവിടെ ഒരു ഇംഗ്ലീഷുകാർ, അമേരിക്കക്കാരൻ ഇവരെ ഗൈഡ് ചെയ്തു. ഇതൊക്കെ ഏർപ്പാടായിട്ടുണ്ട്. ഒക്കെ കണക്ട് ചെയ്ത മാതിരിയാണ്. ഇവരവിടെ പോയി സഞ്ചരിച്ച്, അവിടെ പോയി ചെന്ന് ഈ ആദിവാസികളായി കണ്ട് ഈ ആത്മാക്കളായിട്ട് സംസാരിക്കുന്ന ആ ഒരു സംഭവമൊക്കെ അവരുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അപ്പം ഈ കാലഘട്ടത്തിലാണ് ഡോക്ടർ ആനി ബെസൻ്റ് ഇവരുടെ ശിഷ്യത്വം സ്വീകരിച്ച് കൂടെ ചെന്നത്. അവരും ഈ ക്രാഫ്റ്റ് പരിശീലിച്ചു. നിരന്തരം നീണ്ടു നിന്ന വർഷങ്ങളോളം വേണ്ടി വന്നു. അവസാനം അവർ ഈ അതീന്ദ്രിയ അവസ്ഥയിലേക്കുള്ളൊരു ഇതിലേക്കൊക്കെ അവരെത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി ആനി ബെസന്റിന് ഒരു ഡ്രീം ഉണ്ടായി. അതായത് മനുഷ്യൻ്റെ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്ന സാധനം അത് ഫിസിക്കൽ ബോഡിയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നൊരവസ്ഥ, ചിലപ്പോൾ അത് ഒന്ന് വിട്ടു നിൽക്കുന്നു, ചിലപ്പോൾ അങ്ങനെ പല അതിൻ്റെ അവസ്ഥകൾ. ഇത് മുഴുവനും ഊർജ്ജ കണങ്ങളാണ്. ഇങ്ങനെയൊക്കെയുള്ളൊരു
ഇതാണ് അവർ കാണുന്നത് ഈ ഡ്രീമിൽ. എന്തായാലും അപ്പം തന്നെ അർദ്ധരാത്രി തന്നെ അവർ ഉറക്കം ഉണർന്ന് എഴുന്നേറ്റ് വഴിക്ക് അന്ന് അവരുടെ ടൈപ്പ് റൈറ്ററിൽ വാട്ട് ഷീ സോ അതവർ കണ്ടു, ടൈപ്പ് ചെയ്തു. എന്നിട്ട് അപ്പോൾ അവർക്കറിയാം ഡോക്ടർ ആനി ആൽബർട്ട് ഐൻസ്റ്റൈൻ ഇതേക്കുറിച്ചുള്ള ഗവേഷണം നടത്തുന്നുണ്ട്. സംസ്കൃതം പഠിച്ച് ഭാരതീയ ഗ്രന്ഥങ്ങൾ വായിച്ചുകൊണ്ട് അങ്ങേര് ഇതിനൊരുപാട് ശ്രമം നടത്തുന്നുണ്ടെന്നൊക്കെ അറിയാം അവർക്ക്. ഈ കണ്ട ഡ്രീമിൻ്റെ ഒരു വിവരം ഐൻസ്റ്റൈൻ അയച്ചു കൊടുത്തു. ഐൻസ്റ്റൈൻ ഇവരുടെ ലെറ്റർ കിട്ടി ഇതൊക്കെ വായിച്ചൊക്കെ നോക്കിയപ്പോൾ വാട്ട് ഹി വാസ് സെർച്ചിങ്, അങ്ങേരെ എന്താണ് അന്വേഷിച്ചുകൊണ്ടിരുന്നത് അതാണ് ഇതിലുള്ളത്. വീണ്ടും ഐൻസ്റ്റൈൻ പഠനങ്ങളിൽ മുഴുകി. അങ്ങനെയാണ് ഈ ഭഗവത്ഗീതയൊക്കെ ഒരുപാട് പ്രാവശ്യം ബൈ ഹാർട്ട് ആക്കണമാതിരി വായിക്കലൊക്കെ ഉണ്ടായത് അങ്ങനെയാണ്. അവസാനം അപ്പോൾ ഇത് ആനി ബെസൻ്റ് ഈ ലെറ്റർ അയച്ചത് 1892 1892 ഐൻസ്റ്റൈൻ ഇതിനെക്കുറിച്ചുള്ള ഗഹനമായ പഠനം തുടങ്ങിയത് പിന്നെയും ഒരു 10 വർഷം കഴിഞ്ഞിട്ടാണ്. അങ്ങനെയാണ് 1905 ഹി ഗോട്ട് ഇറ്റ്. അങ്ങനെയാണ് അദ്ദേഹം ഇതിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്തത്. സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ എനർജി മോളിക്കുലർ സ്ട്രക്ചർ, ഊർജ കണങ്ങളുടെ ഒരു കൂമ്പാരാണ്. ഈ ഒരു വസ്തുത കൈ കിട്ടിയപ്പോൾ അദ്ദേഹം അങ്ങനെയാണ് നീൽ ബോർ ഒക്കെ കൂടെ വന്നത്. ഇവരുടെ കൂടെ അനുസരിച്ച് ഒരുപാട് സയൻറ്റിസ്റ്റുകൾ ഇവരൊക്കെ പിന്നീട് നീൽ ബോർ, മാക്സ് പ്ലാങ്ക് ഇവരൊക്കെ പിന്നീട് നോബൽ സമ്മാനം നേടിയവരാണ്. അങ്ങനെ 1912 ഈ നീൽ ബോർ അടക്കമുള്ള സംഘാണ് ഈ സൂക്ഷ്മ ശരീരത്തിനെ ഡിറ്റക്റ്റ് ചെയ്തത്. എന്താണ് അതെന്നുള്ളത്. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതൊക്കെ ആറ്റം കണങ്ങളാണ്. ആറ്റം കണങ്ങളുടെ അതാണ് ഐൻസ്റ്റൈൻ അതിനെ ഡിഫൈൻ ചെയ്തത്. ഇറ്റ് ഈസ് എൻ എനർജി മോളിക്കുലർ സ്ട്രക്ചർ. അത് ആറ്റം കണങ്ങളാണ്. ഇതന്നെയാണ് കണാദ മുനിയും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചത്. ഭഗവത്ഗീതയിൽ പറയുന്ന സംഭവം ഇതന്നെയാണ്. ഒരാളുടെ സൂക്ഷ്മ ശരീരത്തിലെ ലക്ഷോപിലക്ഷം ഊർജ്ജ കണങ്ങളുണ്ട്, ആറ്റം കണങ്ങൾ. ഇതിനെ പരിശോധിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു കണത്തിൽ എന്താ നടക്കുന്നത്, ഇതൊക്കെ ഞാൻ ആ ഡാഗ്നിമാരുടെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഈ ലക്ഷോപിലക്ഷം ഊർജ്ജ കണങ്ങൾ, ആറ്റം കണങ്ങളിൽ ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന എന്താ, ഒരു ന്യൂട്രോൺ, ഒരു പ്രോട്ടോൺ, അതിന് ചുറ്റും കറങ്ങുന്ന ഒരു ഇലക്ട്രോൺ. ഈ കറങ്ങുന്ന സ്പീഡ് ഇറ്റ് ഈസ് 2188 km/s. സാധാരണ ഇപ്പോൾ നമ്മൾ കാറിൻ്റെ വേഗത 80 കിലോമീറ്റർ, തീവണ്ടി 100 കിലോമീറ്റർ, അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് 900 കിലോമീറ്റർ, ഇതൊക്കെ മണിക്കൂറിലാണ്. ഇവിടെ ഇത് ഒരു സെക്കൻഡിലാണ് 2188 കിലോമീറ്റർ വേഗത. അപ്പോൾ അങ്ങനെ ലക്ഷോപിലക്ഷം ഊർജ്ജ കണങ്ങളാണ് നമ്മുടെ ബോഡിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള എനർജി മുഴുവൻ തരുന്നതും ഈ ഊർജ്ജമാണ്. നമുക്ക് വേറെ സോഴ്സുണ്ട് ഊർജ്ജത്തിന്. ഇപ്പോൾ സൂര്യപ്രകാശത്തിന് ഊർജ്ജമുണ്ട്, ഒരു ചെറിയ പെർസെൻറ്റ്. നമ്മൾ കഴിക്കുന്ന നല്ല ഫുഡിൽ നിന്ന് ഒരു ചെറിയ അംശമുണ്ട്. പക്ഷേ അതൊന്നും നമ്മുടെ ബോഡിയുടെ ഉപയോഗത്തിൻ്റെ ഒരു 10% പോലും തികയില്ല. ഒരു ദിവസം കാലത്ത് ഉണർന്നാൽ തൊട്ട് വൈകുന്നേരം നമ്മൾ രാത്രി ഉറങ്ങുന്നത് വരെ എത്ര ഉറങ്ങുമ്പോഴും ഉണ്ട്, എത്ര ക്രിയകൾ നമ്മൾ ചെയ്യുന്നു. വർത്തമാനം പറയുന്നു, ചിന്തിക്കുന്നു, ഓഫീസ് വർക്ക് ചെയ്യുന്നു, എഴുതുന്നു, സൈക്കിൾ ഓട്ടുന്നു, അല്ലെങ്കിൽ കാർ ഓടിക്കുന്നു, പല കാര്യങ്ങൾ, അടുക്കളയിൽ വർക്ക് ചെയ്യുന്നു, ഒക്കെ പോട്ടെ. ഹൃദയം 24 മണിക്കൂർ നോൺ സ്റ്റോപ്പായിട്ട് വർക്ക് ചെയ്യുന്നു. കിഡ്നി, സംക്രമണം, ഇതൊക്കെ നോക്കൂ. എല്ലാത്തിനും എനർജി വേണം. എവറിത്തിങ്.
ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ എനർജി വേണം, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും വേണം എനർജി. അപ്പോൾ ഇത്രയും യൂണിറ്റ് ഓഫ് എനർജി നമുക്ക് ആവശ്യമുണ്ട്. ഫ്രം വെയർ വി ആർ ഗെറ്റിംഗ് ഇറ്റ് ഈസ് ഫ്രം യുവർ ന്യൂക്ലിയർ ബോഡി. അതാണ് ക്വാണ്ടം ഫിസിക്സ് ഇതിനെ ന്യൂക്ലിയർ ബോഡി എന്ന് പേരിടാൻ കാരണം. ഈ ന്യൂക്ലിയർ ബോഡി അത് യഥാർത്ഥത്തിൽ എങ്ങനെ വേണമെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഷേഡോ രൂപത്തിലാവണം ശരിക്ക്. ഇപ്പോൾ തല, കൈകാലുകൾ, ഉടൽ ആ ലെവലിൽ വേണം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി 90% പേർക്കും ഇത് ഷേപ്പിലല്ല. ഏതാണ്ട് ഈ ഭാഗത്തൊക്കെ കൂടി ഉരുണ്ടുകൂടി നിൽക്കുന്ന മാതിരി ഒരു രൂപയേ ഉള്ളൂ സാധാരണക്കാർക്ക്. ഇനി ഇതിനെ എങ്ങനെ നമ്മുടെ ഷേഡോ രൂപത്തിലാക്കാം, അതാണ് ക്രിയായോഗ സയൻസ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ഇവിടെ ക്രിയായോഗത്തിൻ്റെ പ്രസക്തി വന്നപ്പോൾ അപ്പോൾ അതൊക്കെ ഒരു കൺഫ്യൂഷനുള്ളൊരു വിഷയമായി മാറും. കാരണം എപ്പോഴും അതിൻ്റെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ സത്യം പറയുമ്പോൾ അതിനെതിരെ മുഖം തിരിക്കുന്ന ഒരു സമ്പ്രദായം നമ്മളിവിടെ കാണുന്നത്. ക്രിയായോഗം ഇന്ന് കേരളത്തിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ ഞാൻ കണ്ടിട്ടുള്ളത് മുഴുവനും അതിൻ്റെ ഫിസിക്കൽ എക്സസൈസാണ്. അതായത് പല രീതിയിലുള്ള ആസനമുറകൾ, മുദ്രകൾ, മറ്റ് ശ്വാസോച്ഛ്വാസ നിയന്ത്രണം, അങ്ങനെ ഈ ഇതൊക്കെ നമ്മുടെ ഇതൊന്നും വേണ്ടെന്നല്ല പറയുന്നത്. ഇതൊക്കെ ഈസ് ഫോർ നമ്മുടെ ഫിസിക്കൽ ബോഡിയുടെ ഡെവലപ്മെൻറ്റിന് ആവശ്യമാണ്. ഒരു നല്ല ആരോഗ്യമുള്ള ബോഡിക്ക് ഇത് വേണം. യഥാർത്ഥ ക്രിയായോഗ ശാസ്ത്രത്തിൻ്റെ 10% പോലും വരുന്നില്ല ഇതൊന്നും. 10% പോലുമില്ല. അപ്പോൾ ഇത് മാത്രം ചെയ്തുകൊണ്ട് ഞാൻ യോഗ അഭ്യസിക്കുന്നുണ്ട്, അത് തെറ്റാന്നല്ല പറയുന്നത്. ദാറ്റ് ഈസ് ഗുഡ് ഫോർ എ ഹെൽത്തി ബോഡി. ബട്ട് ഇത് കഴിഞ്ഞിട്ട് വേണം ഈ എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യണമെങ്കിൽ ചെയ്യണ്ട, നിർബന്ധം പറയുന്നില്ല ആചാര്യന്മാർ. നമ്മുടെ ഇവിടുത്തെ വിഷയം നമ്മുടെ ന്യൂക്ലിയർ ബോഡിയെ, റാദർ യു ആർ ടൈമിങ് യുവർ ന്യൂക്ലിയർ ബോഡി, ഇണക്കിയെടുക്കുക ഈ സൂക്ഷ്മ ശരീരത്തിന്. ഇതാണ് ഈ യഥാർത്ഥ ക്രിയായോഗം. ബാക്കിയുള്ള തെറ്റാന്ന് ഞാൻ പറയുന്നില്ല, വീണ്ടും വീണ്ടും പറയുന്നു. കാരണം അത് ചെയ്യുന്ന നൂറുകണക്കിന് സെൻറ്ററുകളും കാര്യങ്ങളും ആശ്രമങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്, നമുക്കറിയാം. പക്ഷേ യഥാർത്ഥത്തിൽ യോഗ എന്ന് പറയുന്നത്, ക്രിയായോഗശാസ്ത്രം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ മാതിരി റാദർ യു ആർ ടൈമിങ് യുവർ ന്യൂക്ലിയർ ബോഡി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ ഒരു ഉരുണ്ടുകൂടിയ മാതിരിയാണ് ഈ എനർജി മോളിക്കുലർ സ്ട്രക്ചർ നിൽക്കുന്നത്. ഇതിനെ ഡെവലപ്പ് ചെയ്യണം. അതിന് പല വിധങ്ങളിലുള്ള, ഒന്ന് നമ്മുടെ ആചാരപ്രകാരമുള്ള പ്രാർത്ഥനകൾ, അതേത് മതക്കാരായാലും പ്രാർത്ഥന, ഈശ്വരനെ ധ്യാനിക്കില്ലേ. അപ്പോൾ ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും ബുദ്ധനായാലും ഒക്കെ ആ രീതിയിൽ ആ പ്രാർത്ഥനകളും കാര്യങ്ങളും കൊണ്ട് നടക്കുക. ഇപ്പോൾ ഹിന്ദുക്കളാണെങ്കിൽ ഇപ്പോൾ കാലത്ത് എഴുന്നേറ്റു, കുളി കഴിഞ്ഞു, പറ്റിങ്ങ അമ്പലത്തിലൊന്ന് പോയി വിളക്ക് കത്തിച്ചു, അങ്ങനെ. അതല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ ആ വിധത്തിൽ, മുസ്ലിംസ് ആ വിധത്തിൽ, അങ്ങനെ രീതിയിൽ ഒരു ക്രമത്തിൽ വരണം. അങ്ങനെ വരുമ്പോൾ സ്ലോലി ബട്ട് സ്റ്റഡിലി ഈ എനർജി മോളിക്കുലർ സ്ട്രക്ചറിന് മാറ്റം വരും, സ്പ്രെഡ് ചെയ്ത് തുടങ്ങും. ഇതുകൊണ്ടാണ് വിശേഷങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇപ്പം ഓരോരോ അതൊക്കെ വരുന്നില്ല. അതൊക്കെ ഇതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നത്തെ മാർഗം അപ്പോഴും ഫുള്ളായില്ല. പിന്നത്തെ മാർഗം മെഡിറ്റേഷനിൽ കൂടി, ധ്യാനത്തിൽ കൂടി ഇതിനെ ഏകാഗ്രത ഉണ്ടാക്കിയെടുത്ത് യഥാർത്ഥ ക്രിയായോഗ ശാസ്ത്രം അഭ്യസിക്കുമ്പോൾ, അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മാഡം ബ്ലസൗസിക്കും മറ്റേ ആനി ബസൻറ്റിനൊക്കെ കിട്ടിയ മാതിരിയുള്ള, അതല്ലെങ്കിൽ വലിയ വലിയ ദിവ്യ ഈശ്വരന്മാർക്കൊക്കെ കിട്ടുന്ന മാതിരിയുള്ള ആ ഒരു ഏകാഗ്രത, കോൺസെൻട്രേഷൻ, അതുണ്ടാക്കിയെടുക്കലാണ് ആദ്യത്തെ കർമ്മം.
അപ്പോഴേ അവരൊക്കെ എത്തിയ മാതിരിയുള്ള എൻ്റെ ഏറ്റവും താഴ്ന്ന പടിയിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. മറ്റതൊക്കെ ഒരു വിപുലമായൊരു ചര്യയാണത്. അപ്പോൾ ഈ ട്രാൻസെൻഡൻ്റൽ ഫോം ഓഫ് മെഡിറ്റേഷൻ, അതീന്ദ്രിയ ധ്യാനം, ഇതിലേക്കൊക്കെ എത്തണമെങ്കിൽ ഒരുപാട് നമ്മൾ വർക്ക് ചെയ്യണം. ഇപ്പോൾ ചുരുക്കത്തിൽ ഈ ഏകാഗ്രത ഉറപ്പിച്ചെടുക്കാൻ തന്നെ ചുരുങ്ങിയത് 2 വർഷം എടുക്കും. 2 years അറ്റ്ലീസ്റ്റ്. അത് കിട്ടിയിട്ട് വേണം യോഗശാസ്ത്രം പഠിത്തം തുടങ്ങാൻ. അപ്പോൾ ഇതൊക്കെ വളരെ ഗഹനമായ ഒരു വിഷയമാണ്. അത് അതിലേക്കൊന്നും നമ്മൾ നിന്ന് കടന്നാൽ നമ്മുടെ ലൈൻ മാറിപ്പോവും. അത് പിന്നീടൊരവസരത്തിൽ നമുക്ക് പറയാവുന്നേ ഉള്ളൂ. അപ്പം ഈ ആനി ബെസൻറ്റിന് അപ്പം ലോകം മുഴുവൻ ഇന്ന് ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയും ഈ സംഭവത്തിന് പേരിട്ടു. ക്വാണ്ടം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ബ്രഹ്മ. അപ്പോൾ ബ്രഹ്മ വേൾഡിലേക്ക് പിന്നെ അതിനായിട്ട് കണക്ട്. അപ്പോൾ അതായത് എവിടെ എത്തിയപ്പോൾ നമ്മൾ നിരീശ്വരവാദവും മറ്റൊക്കെ കളഞ്ഞിട്ട് ഇപ്പോൾ എവിടെ എത്തി? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഷോർട്ട് വിഷയം. അപ്പോൾ ഈ യോഗിമാരോ മറ്റേ ഋഷീശ്വരന്മാരോ മറ്റൊരു സൂപ്പർ നാച്ചുറൽ പവറിൽ എത്തുന്നവരോ ഒക്കെ അതിൻ്റേതായ രീതിയിൽ കഠിനമായ അധ്വാനങ്ങൾ ചെയ്ത ശേഷമാണ് ആ മാനിഫെസ്റ്റേഷനിലേക്ക് വരുന്നത്. ഇതൊന്നിനും തയ്യാറുമില്ല. ഒക്കെ ഒരു പുച്ഛ അങ്ങനെ നടക്കുന്നവർക്ക് ഓക്കെ ലഡ്ഡം. പക്ഷേ ഇതിനൊക്കെ ഒരു കാര്യമുണ്ട്. ഈ ഇത്രയും ലക്ഷോപിലക്ഷം എനർജി കണങ്ങളിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും ഇപ്പോൾ ഈ ഇലക്ട്രോണുകൾ തിരിയുന്നു. ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ഫീഡ്ബാക്ക് ഈ സൂപ്പർ നാച്ചുറൽ പവർ എന്ന് പറയുന്ന ബ്രഹ്മത്തിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതിലേക്ക് വരിക നമ്മുടെ ഒരു ഇപ്പോൾ 730 കോടി ജനങ്ങളാണ് ഇവിടെയുള്ളൂ. ഇനി മറ്റ് ലോകങ്ങളിലോ ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി അന്യഗ്രഹ ജീവി അവിടെയൊക്കെ എത്ര കോടാനുകോടികളുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷെ എത്രയായാലും അൾട്ടിമേറ്റ്ലി ഒരു സൂപ്പർ നാച്ചുറൽ പവറേ ഉണ്ടാവുള്ളൂ. ഇപ്പം നമ്മുടെ ഇലക്ട്രോണുകൾ തിരിഞ്ഞ് കൊടുക്കുന്ന സിഗ്നലുകൾ ഈ ബ്രഹ്മത്തിലൊക്കെ പതിയാൻ 1 സെക്കൻഡ് വേണ്ട. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഓരോ മൂമെൻറ്റും നമ്മുടെ ജീവിതത്തിൽ ഈസ് ബീയിങ് നോട്ടഡ്. അത് അതിനൊക്കെ ഇപ്പം നമ്മൾ കമ്പ്യൂട്ടറിൽ ഇതൊക്കെ ചെയ്യുന്ന ഇപ്പോൾ ആലോചിച്ചറിയാം. എവറിത്തിങ് പോസിബിൾ. അപ്പോൾ അന്നേ ഇതുണ്ട് ഈ ഫീഡ്ബാക്കുകൾ. ഇപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ തന്നെ അപ്പോൾ അതാണ് ആ ഒരു ലെവലിലേക്ക് നമ്മൾ നോക്കുക. വിത്തിൻ സെക്കൻഡ്സ് ഇപ്പോൾ എത്ര വയസ്സ് വരെ ജീവിച്ചു, അതിലെ പ്ലസ് മൈനസ് എന്താണ്, ഇനി അടുത്തത് എവിടെ വേണം, ഇതൊക്കെ വിത്തിൻ സെക്കൻഡ് കഴിഞ്ഞു. അതിൻ്റെ ഫൈനലൈസേഷൻ ആൻഡ് ആപ്റ്റായിട്ടുള്ള സ്ഥലത്തേക്ക് വിട്ടു. ഇനിയിത് അപ്പോൾ ഓരോ സംഭവങ്ങളും നമ്മൾ കണക്ട് ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് എത്തുന്നത് ഈ സൂപ്പർ നാച്ചുറൽ പവറിലേക്കാണ്.